ബ്രാൻഡ് കമ്പനികളുടെ കോപ്പി വിൽക്കുന്നത് ഹലാലാകുമോ? അവരുടെ ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ വില 10,000 ആണെങ്കിൽ കോപ്പിക്ക് ചിലപ്പോൾ 5,000 മാത്രമേ ഉണ്ടാവൂ. ഇത് കോപ്പിയാണെന്ന് കമ്പനിക്കും കസ്റ്റമർക്കും അറിയാം. കോപ്പിയാണെന്ന് പറഞ്ഞ് വിൽക്കാമോ എന്നാണ് ചോദ്യം. ഇവിടെ എന്താണ് വസ്തു എന്ന് ഇദ്ദേഹം വിശദീകരിക്കുന്നില്ല. ചോദ്യത്തിൻ്റെ ഘടന കണ്ടിട്ടൊരു സോഫ്റ്റ്വെയർ പോലെയുള്ള എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. ബുക്കുകൾ, അതേപോലെ സോഫ്റ്റ്വെയർ, നെറ്റ്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഇത് കൂടുതലും വരാറുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ കമ്പനി അങ്ങനെ കോപ്പി ചെയ്യാൻ പാടില്ല. ഇത് മറ്റാരും പ്രിന്റ് ചെയ്യരുത്, കോപ്പി ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അടിസ്ഥാനം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും അത് കോപ്പി എടുത്ത് വിൽക്കാൻ പാടില്ല. എന്നാൽ മറ്റു ചില ആളുകൾ, ഇപ്പൊ പുസ്തകമാണ് എങ്കിൽ പുസ്തകം ഇതാർക്കും നന്മക്ക് വേണ്ടിയാണ് എങ്കിൽ, സൗജന്യ വിതരണത്തിന് വേണ്ടിയാണ് എങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് കോപ്പി എടുക്കാം, വിതരണം ചെയ്യാം, അച്ചടിക്കാം എന്ന് പറയുമ്പോൾ അത് അനുവദനീയമാണ്. എന്നാൽ പൊതുവെ സോഫ്റ്റ്വെയർ വസ്തുക്കളൊക്കെ, നെറ്റുമായി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതൊക്കെ, അതിന്റെ അടിസ്ഥാനം തന്നെയും കോപ്പി എടുക്കാൻ പാടില്ല. കാരണം അത്തരം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാൻ, കണ്ടെത്തുവാൻ വലിയ സംഖ്യയും നീണ്ട പരിശ്രമങ്ങളും അധ്വാനവും ഊർജവും ഒക്കെ ആവശ്യമായി വരികയാണ്. അത് കോപ്പി എടുത്ത് വിൽക്കുമ്പോൾ സ്വാഭാവികമായി ആ കമ്പനിക്ക് അതിന് നഷ്ടമുണ്ടാവും. കോപ്പി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ അത് വില കുറച്ച് കിട്ടുന്നു എന്ന കാരണത്താൽ കോപ്പി എടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള വളഞ്ഞ വഴിയിലൂടെ വാങ്ങുക, ഇതൊന്നും ഒരു മുസ്ലിമിന് അനുയോജ്യമായ കാര്യമല്ല.